ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഉച്ചയ്ക്കത്തെ മലേഷ്യൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു മോളിലേക്ക് കറങ്ങാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ മോളൊക്കെ ചുറ്റി കറങ്ങിയതിന് ശേഷമായിട്ട് കുറച്ച് പേര് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഒരു അടിപൊളി ഒരു മിറർ, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് ഒരു മിറർ പിക്കൊക്കെ എടുത്തു. അവിടുന്ന് നേരെ പുറത്തോട്ടിറങ്ങി ഞങ്ങൾക്ക് പുറത്തെ ചൂട് കാരണം അധികം പുറത്തൊന്നും കറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമായിട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ട്വിൻ ടവേഴ്സിലേക്കായി ഞങ്ങളുടെ യാത്ര. അങ്ങനെ ടവേഴ്സിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് വയർ നിറയ്ക്കാനുള്ള പ്ലാനായി അടുത്തത്. അങ്ങനെ ട്വിൻ ടവേഴ്സിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ചിക്കൻ കറിയും ഒരു കരിക്കും. ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇവിടുത്തെ കരിക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കരിക്ക്. അതാണ്ട് നിങ്ങൾ തന്നെ നോക്കിക്കോ, ശരിക്കും ക്വാണ്ടിറ്റിയിൽ വെള്ളം നിറച്ച് നല്ല തണുത്ത അടിപൊളി കരിക്ക്. ചപ്പാത്തിയിലും ചിക്കൻ കറിയിലും ഫ്ലോപ്പായ സാധനം നമ്മൾ കരിക്കിൽ പിടിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് ഹാപ്പിയായി ഞങ്ങൾ എല്ലാവരും കൂടി മലേഷ്യൻ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റോഡിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ ആളുകളും തിരക്കും സെലിബ്രേഷൻസും ഒക്കെ ആയിട്ട് ആൾക്കാർ എപ്പോഴും അടിച്ച് പൊളിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് കടന്നു പോവുകയാണ്. ഈ യാത്രയിൽ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരും ഈ വീഡിയോ ഇഷ്ടമായവരും ഒക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്